എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് റീഡിങ്ങിലേക്ക് കടക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Healing, joy, promise of the future, clear energy, nurture, റിവലേഷൻ. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഹീലിംഗ് എനർജിയാണ്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ട് ഇത് പാരൻസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളൊക്കെ അടുത്തിടെയായിട്ട് വളരെയധികം അലട്ടുന്നു എങ്കിൽ അവരുടെ ആ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആരോഗ്യപരമായിട്ട് നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നതിൻ്റെ ഒരു സംതൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതായത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. അതേപോലെ ആരോഗ്യപരമായിട്ട് ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ, ഇപ്പോൾ ഹാർട്ട് ഡിസീസോ അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിൽ സ്ട്രോക്ക് അതേപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് അതായത് ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ മെച്ചപ്പെട്ട് വരുന്നു. ചെറിയ രീതിയിൽ പാർഷ്യൽ പാരാലിസിസ് പോലെയോ അല്ലെങ്കിൽ അതായത് ചുണ്ട് ആ ഒരു ഭാഗം ഒരു സൈഡിലേക്ക് കൂടിപ്പോയിരിക്കുന്ന അങ്ങനത്തെയൊക്കെയുള്ള തരത്തിൽ അസുഖം വന്നതിന് ശേഷം പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്നവർ പതുക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏതൊരു ഹോസ്പിറ്റലാണോ നോക്കിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതിന് ശേഷം നിങ്ങൾ ഒന്നുകിൽ ആ ഒരു ഹോസ്പിറ്റലോ ആ ഡോക്ടറോ മാറുന്നതോ അല്ലെങ്കിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിസിൻ, അതായത് ആയുർവേദമോ ഹോമിയോപ്പതി മറ്റെന്തെങ്കിലും തരത്തിലേക്ക് കൂടി നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് തന്നെയായാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ട് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമൂലം അവരുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട്. പിന്നെ ആരോഗ്യപരമായിട്ട് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ കുടുംബത്തിൽ അടുത്തിടെയായിട്ട് കുടുംബ അന്തരീക്ഷത്തിൽ ഇപ്പോൾ അച്ഛനമ്മമാരല്ല, നിങ്ങളെ കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങൾക്കോ അടുത്തിടെയായിട്ട് സ്ഥിരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ധന്വന്തരി മൂർത്തിയെ ആരാധിക്കുക. ധന്വന്തരി ക്ഷേത്രം ത്തിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവുക. അതുപോലെ തന്നെ അവിടുത്തെ നെയ്യ് ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമായിട്ടുള്ളതാണ്. നെയ്യ് ഉള്ള ക്ഷേത്രത്തിൽ എവിടെയാണോ അത് അവിടുത്തെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അനുസരിച്ചിട്ട് പോവുകയും അത് വാങ്ങി കഴിക്കുകയും ചെയ്യുക. അസുഖങ്ങൾ മാറിയിട്ടുള്ളവരാണ്, അടുത്തിടയ്ക്ക് വലിയ അസുഖം ഉണ്ടായിട്ട് അത് മാറിയിട്ടുള്ളവരാണെങ്കിലും ഇങ്ങനെ ചെയ്യാം. മുന്നോട്ടേക്കുള്ളൊരു ജീവിതത്തിൽ ഒരു നന്ദി പ്രകടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുമാവാം. എന്തായാലും ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുണ്ടായിരുന്നത്. ജോയ് എനർജിയാണ്. പിന്നെ ഇത് സൂചിപ്പിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംതൃപ്തി കാണിക്കുന്നുണ്ട്. ആഘോഷങ്ങളാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുടുംബപരമായിട്ട് ഒരുമിച്ച് ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു പക്ഷേ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം വാർത്തയായിരിക്കാം. അപ്പോൾ ഫാമിലിയിൽ ഒരു ഗെറ്റ് ടുഗെദർ കാണിക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഫാമിലി തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ ആരുടെയെങ്കിലും എല്ലാവരും റിലേറ്റീവ്സൊക്കെ ഒരുമിച്ച് കൂടുന്ന ആരുടെയെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ, ഇപ്പോൾ 28 കെട്ടോ പിറന്നാളോ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ അത് കുറച്ചധികം ആളുകൾ ഫാമിലിയിലുള്ള എല്ലാവരൊക്കെ ഒരുമിച്ച് കൂടിച്ചേർന്ന് ഒത്തിരി നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതും സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യം. അതിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു വാർത്ത കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ പേഴ്സണലി നല്ല രീതിയിൽ സന്തോഷകരമായിട്ടുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു വാർത്തയാണ് ഒരു സമയത്ത് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷകരമായിട്ടൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു തൃപ്തിയാണ് ഇതിവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഒരു സന്തോഷം, അതേപോലെ തന്നെ ഗണപതി ഭഗവാൻ പുതിയൊരു പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ വളരെ അടുത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഡിഫിക്കൽട്ടായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കുന്ന സമയമാണ് ഇപ്പോൾ. പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കിലെടുത്തിട്ട് മുന്നോട്ടേക്ക് വരുന്ന സന്തോഷങ്ങൾ ജീവിതത്തിൽ വലിയ ഒരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പല ആളുകളെ സംബന്ധിച്ച് അടുത്തിടയ്ക്കായിട്ട് കുറച്ച് ഇമോഷണൽ ആവുകയും കുറച്ച് സങ്കടകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ്. അതേപോലെ
എരിക്കിൻ പൂവിൻ്റെ മാല ഗണപതിക്ക് കെട്ടി അല്ലെങ്കിൽ ഗണപതിക്ക് സമർപ്പിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. വെള്ള എരിക്കിൻ്റെ പൂവാണ് ഉപയോഗിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട്. അതായത് പ്രത്യേകിച്ച് ഈ ഒരു ശാരീരികമായിട്ട്, അതായത് ഹെൽത്ത് വൈസായി ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളോ ആരോഗ്യപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളോ അങ്ങനെ അസ്വാസ്ഥ്യങ്ങളിൽ നിന്നൊക്കെ മാറാനായിട്ട് എരിക്കിൻ പൂവിൻ്റെ മാല ഗണപതിക്ക് കൊടുക്കുക. വെള്ള എരിക്കിൻ്റെ പൂവാണ് അതിന് നമ്മൾ ഉപയോഗിക്കുക പൊതുവെ. പിന്നെ ഭാവിയെക്കുറിച്ചിട്ട്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു മാസത്തിൽ അടുത്തിടയ്ക്ക് ഈ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് ഈ ഒരു മാസത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതല്ല. ഈ ഒരു മാസത്തിൽ ഇതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ്റർവ്യൂ വരുന്നുണ്ടാവും, ഓഫർ ലെറ്ററും ചിലപ്പോൾ കിട്ടിയേക്കാം. ജോലിയിൽ പിന്നീട് വരുന്ന മാസങ്ങളിൽ എപ്പോഴെങ്കിലും ജോലി ജോയിൻ ചെയ്യാന്നുള്ള രീതിയിൽ, അതായത് പ്രത്യക്ഷത്തിൽ ഈ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾ പുതിയ ജോലിയിലേക്ക് കയറുന്നില്ല, പക്ഷേ ചിലപ്പോൾ പുതിയ ജോലി കിട്ടുന്നുണ്ട് ഈ ഒരു മാസത്തിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതും ആവാം ഈ ഒരു മാസത്തിൽ. അപ്പോൾ പുതിയ ജോലിക്കുള്ളൊരു മുന്നോടി എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കാണാവുന്ന ആ ഒരു രീതിയിലുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു മാസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മാസം എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. തടസ്സങ്ങളൊക്കെ നീക്കി മുന്നിലേക്ക് പോകുന്ന, നിങ്ങൾ ഇമ്പോസിബിൾ ആണെന്ന് ചിന്തിച്ചിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് നേടിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ പലതും നേടിയെടുക്കാം. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്ലിയർ യുവർ എനർജി. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ പഠിക്കുന്ന ഒരു ഡെസ്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നിങ്ങൾ വൃത്തിയായിട്ട് വയ്ക്കുക. കാരണം അടുക്കും ചിറ്റയോടും കൂടിയിട്ട് വയ്ക്കാം. എല്ലാം വലിച്ചുവാരി ഇടുന്നത് അത് തന്നെ നമ്മൾ പറയും, ലക്ഷ്മി ദേവി വീട്ടിൽ എല്ലാം വൃത്തിയാക്കിയിടുക, ലക്ഷ്മി ദേവി അകത്തേക്ക് കയറാൻ, ശ്വേതാ ഭഗവതി പുറത്തേക്ക്, അതായത് നെഗറ്റീവായിട്ടുള്ള അത് പുറത്തേക്ക് പോയിട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ വീട് അലങ്കോലമായിട്ടിരിക്കുന്നത് അതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എല്ലാം വൃത്തി അടുക്കും ചുറ്റോടുകൂടി വയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീട് പറ്റുന്നുണ്ട് എങ്കിൽ 1-ാം തീയതി ഡിസംബർ മാസത്തിൽ, ഇപ്പോൾ മലയാള മാസം 1-ാം തീയതി നോക്കിയിട്ട് വീടൊക്കെ ഒന്ന് അടിച്ചു തുടച്ച് വൃത്തിയായി, തലേദിവസം 1-ാം തീയതിക്ക് മുമ്പ് തലേദിവസം എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി തളിച്ച് നിങ്ങൾ ചന്ദനത്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അതായത് കർപ്പൂരം കത്തിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഒഴിയുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പുകയ്ക്കുന്ന സാമ്പ്രാണിയോ അതുപോലുള്ള കാര്യങ്ങൾ തലേദിവസം രാത്രിയിൽ പുക സ്മഡ്ജിങ് നമ്മൾ പറയും, അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പിന്നെ നെർച്ചർ എനർജിയാണ്. കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ളൊരു ബന്ധം വളരെ ഊഷ്മളമായിട്ടിരിക്കുന്ന ഒരു മാസമാണ് ഈ ഒരു മാസം. അപ്പോൾ കുട്ടികളായിട്ട് കുറച്ചധികം തന്നെ സമയം ചിലവഴിക്കാൻ കിട്ടുന്നുണ്ട് പല ആളുകളെ സംബന്ധിച്ച്. പിന്നെ ഡിസംബർ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവധിയൊക്കെ ഉണ്ടാവും പലർക്കും. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു മാസത്തിൽ പലരും യാത്രകൾ പോകുന്നുണ്ടാവാം, സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളുമായിട്ട് ഒത്തിരി സമയം ചിലവഴിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷവും സംതൃപ്തിയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു എനർജി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെയധികം ഉദാര മനസ്കരാണ്. അപ്പോൾ എല്ലാവരെയും സഹായിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യും, മറ്റുള്ളവർക്ക് അങ്ങോട്ടേക്ക് ഒത്തിരി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ തിരിച്ച് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക മാത്രമല്ല, നമ്മളും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമുക്കും എന്തെങ്കിലുമൊക്കെ ലഭിക്കേണ്ടതും നേടേണ്ടതും ഒക്കെ ഉണ്ട്. അതും നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കൽ മാത്രം ആവാതിരിക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിൽ കവിഞ്ഞ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കുക എന്നുള്ളത് കൂടി ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾ പലർക്കും കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ തിരിച്ച് അവരൊരിക്കലും നിങ്ങളെ സഹായിക്കുന്നുണ്ടാവില്ല. അത് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ മനസ്സിലാക്കിയിട്ട്, അല്ലാതെയും നിങ്ങൾക്ക് ചില കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം ചില ആളുകളുടെ സ്വഭാവം നോക്കിയിട്ട് മാത്രമല്ല, അമിതമായിട്ട് കൊടുക്കുന്നത് നിർത്തലാക്കാം. എപ്പോഴും ഒരു വൺ സൈഡിലേക്ക് പോകുമ്പോൾ അത് കറക്റ്റായിട്ടുള്ള ബാലൻസ് അല്ല. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. റിവലേഷനാണ്. ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പലരുടെയും തനിനിറം പുറത്താകുന്ന സമയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പല ആളുകളുടെയും ശരിയായിട്ടുള്ള രൂപം എന്താണ്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പ്രവൃത്തി, അല്ലെങ്കിൽ അവരുടെ ശരിയായിട്ടുള്ള സ്വഭാവം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്ന് തന്നെ പറയാം. ലൈഫിൽ പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് ചിന്തയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ചിന്തിച്ചാലും ചില ആളുകൾ അവരുടെ സ്വഭാവമാണ്.
അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരിയായിട്ടുള്ള സ്വഭാവം എന്താണ്, അവർ നിങ്ങളോട് എങ്ങനെയാണ് ബാഹ്യമായിട്ട് പെരുമാറുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ശരിക്കും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയമാണ്. രഹസ്യങ്ങൾ പലതും പുറത്തു വരുന്നുണ്ട് പലരുടെയും, നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരുടെയും നിങ്ങളുടേത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പലരെയും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.